ويجيبون له ويقولون هلا وضيت هذه اللبنة وأنا اللبنة وأنا خاتم النبيين. എന്റെയും പൂർവ്വ പ്രവാചകന്മാരുടെയും അവസ്ഥ ഇതാണ്. ഒരാൾ ഒരു മന്ദിരം പണി ചെയ്തു, വളരെ സുന്ദരവും മനോഹരവുമായൊരു മന്ദിരം. ആ കെട്ടിടത്തിന്റെ ഒരു മൂലക്കല്ല് അവിടെ ഒഴിച്ചു വെച്ചു. ആളുകൾ ആ കെട്ടിടം പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി. ആ കെട്ടിടം കണ്ട് ആളുകൾ അത്ഭുത പരതന്ത്രരായി. യഖൂലൂന, ആളുകൾ പറയാൻ തുടങ്ങി, ഹല്ലാ ഉദിയത്ത് ഹാദിഹിൽ ലബിന, ഈ മനോഹരമായ കെട്ടിടത്തിന്റെ ഈ ഒരു മൂലക്കല്ല് കൂടി വെച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാത്തത് എന്താണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അനൽ ലബിന, ഞാനാണ് ആ മൂലക്കല്ല്. അന ഖാതമുൻ നബിയീൻ, ഞാൻ അവസാനത്തെ നബിയാണ്. ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. 200-ൽ ചില്ലാനം ഹദീസുകൾ നമുക്ക് ഈ വിധത്തിൽ ഖാതമുൻ നബിയീൻ എന്ന് പറഞ്ഞ് ലാ നബിയ്യ ബഅദി എന്ന് വ്യക്തമാക്കുന്നതായി കാണാൻ വേണ്ടി സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി പ്രവാചക ശൃംഖല അവസാനിച്ചു. പക്ഷേ ലോക അവസാനം വരെ ഇവിടെ മനുഷ്യർക്ക് മാർഗദർശനം ലഭിക്കണം. അത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. കാനത്ത് ബനു ഇസ്രായീല തസൂസുഹുമുൽ അംബിയാ കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ ഇല്ലാ അന്നഹു ലാ നബിയ്യ ബഅദി അന ഖാതമുൻ നബിയ്യീൻ സയകൂനു ഖുലഫാ. കാനത്ത് ബനു ഇസ്രായീല, പൂർവ്വ സമുദായങ്ങളായിരുന്നു തസൂസുഹുമുൽ അംബിയാ, പ്രവാചകന്മാരായിരുന്നു അവർക്ക് നേതൃത്വം നൽകിയിരുന്നു. ഒരു പ്രവാചകൻ മരിച്ച് അവിടുത്തെ മറവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു പ്രവാചകനെ അല്ലാഹു അയച്ചിരുന്നു. കുല്ലമാ ഹലക നബിയ്യുൻ ഖലഫഹു നബിയ്യുൻ, ഒരു നബി വഫാത്തായാൽ ഉടനെ തന്നെ മറ്റൊരു നബി അതിന്റെ പിന്നാലെ വരും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം നബിയില്ല. വഅന ഖാതമുൻ നബിയ്യീൻ, ഞാൻ അവസാനത്തെ നബിയാണ്. പിന്നെ എന്ത് സംഭവിക്കുമെന്നല്ലേ, സയകൂനു ഖുലഫാഉ, ഇവിടെ ഖുലഫാ ഉണ്ടാവൂ എന്ന് പറഞ്ഞു. ഖുലഫാ, നബിമാരുടെ ഖുലഫാ, പ്രതിനിധികൾ ഉണ്ടാകും, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആരാണ് ആ ഖുലഫാ? അത് അവിടുന്ന് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. അൽ ഉലമാഉ, അൽ ഉലമാഉ ഖുലഫാഉൽ അംബിയായി, അവരാണ് അംബിയാഇന്റെ ഖുലഫാ. അംബിയാഇന്റെ ഖുലഫാ അതാരാണ്? ഉലമാ. ആ ഉലമാ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചതാണ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതിയ അംറുല്ലാഹ്. ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗമായിക്കൊണ്ടേയിരിക്കും, ളാഹിരീന, സകല അസത്യങ്ങളെയും ജയിച്ചടക്കുന്നവർ, അലൽ ഹഖി, സത്യം കൊണ്ട്, അലാക്ക് ബാവിന്റെ മേന, അലൽ ഹഖി, സത്യം കൊണ്ട്, സത്യം കൊണ്ട് അസത്യങ്ങളൊക്കെ അടിച്ചമർത്തുന്ന, ജയിച്ചടക്കുന്ന ഒരു വിഭാഗം ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹത്താ യഅതിയ അംറുല്ലാഹ്. ആരാണ് ആ വിഭാഗം? അത് അൽ ഉലമാ ആണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തറപ്പിച്ച് പറയുന്നു, അത് അൽ ഉലമാ. അതിനവിടുന്ന് ഇമാം ബുഖാരി തങ്ങൾ കാരണം പറയുന്നത്, ഈ ഹദീസിന്റെ പല തുറുക്കുകളും ആരംഭിക്കുന്നത് മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹുഹു എന്ന ഹദീസ് കൊണ്ടാണ്. അപ്പൊ ഉറപ്പാണ് ഈ വിഭാഗം ആരാണ്? ഉലമാ ആണ്. അപ്പൊ അൽ ഉലമാ, ഉലമാ, ഉലമാ പല വിധത്തിലുമുണ്ട്. അൽ ഉലമാ അതാരാണ്? ഉലമാ പല വിധത്തിലുള്ള ഉലമാ ഉണ്ട്. ഉലമാഉൽ ആഖിറത്ത്, ആ വിഭാഗത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സന്തോഷ വാർത്ത അറിയിച്ചത്. ഖിയാമത്ത് നാൾ വരെ അവരുണ്ടാകും, സംശയമില്ല. അവര് അൽ ആലിമു നബിയ്യുൻ ലം യൂഹ ഇലൈഹി, ആ ആലിമു നബിയാണ്, നബി തന്നെ, പക്ഷെ ലം യൂഹ ഇലൈഹി, വഹി അറിയിക്കപ്പെടുന്നില്ല. വഹിയ് മുങ്കത്തിയായി പോയിരിക്കും, വഹിയും റിസാലത്തും മുങ്കത്തിയായി പോയിരിക്കുന്നു, വഹി ഇറങ്ങുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഖാതമുൻ നബിയ്യീൻ എന്ന് പറഞ്ഞല്ലോ, വഹി ലഭിക്കാത്ത നബിമാർ. അതേ അവസരം 1.25 ലക്ഷത്തോളം വരുന്ന പരിശുദ്ധാത്മാക്കൾക്ക് ലഭിച്ച വഹികളൊക്കെ പഠിച്ച ആളുകൾ, വലിയ സ്ഥാനമുള്ളവരാണ് അള്ളാഹുവിന്റെ അടുക്കല് ഉലമാഉൻ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഹദീസ് ഓതുകയുണ്ടായി. ഉലമാഉ ഉമ്മത്തി ക അംബിയാ ബനി ഇസ്രായീൽ, എന്റെ സമുദായത്തിലുള്ള ഉലമാ
ഇസ്രായേൽ സമുദായത്തിലുള്ള നബിമാർക്ക് തുല്യരാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ എന്ത് സ്ഥാനമാണ് ഈ ഉലമാഇന് ലഭിക്കാനുള്ളത്? ബനു ഇസ്രായേൽ സമുദായത്തിലുള്ള പ്രവാചകന്മാർക്ക് തുല്യമാണ് എൻ്റെ സമുദായത്തിലുള്ള ഉലമാ. വലിയ സ്ഥാനം ആണ് അവർക്ക് ലഭിക്കേണ്ടായത്, വലിയ മഹത്വമുള്ള സ്ഥാനം. ആ ഉലമാ, അതാണ് യഥാർത്ഥ ഉലമാ. ഇനി ഉലമാക്കളുടെ കൂട്ടത്തിൽ മറിച്ചുമുണ്ട്. നേരത്തെ മഹാനായ ഉസ്താദ് അവറുകൾ ഇവിടെ ദ്വാരക്കുമ്പോൾ ഒരു തരം ഉലമാഇന്റെ ഷർറിനെ തൊട്ട് കാവലിനെ ചോദിക്കുകയുണ്ടായി. നമ്മൾക്കൊക്കെ വേണ്ടി ഉലമാഉസുവിന്റെ ഫിത്നയെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഉസ്താദ് ദ്വാരക്ക് നമ്മളൊക്കെ ആമീൻ ചെല്ലുകയും ചെയ്തു. ഇക്കാലത്ത് ഏറ്റവും ആവശ്യമായ ദുആ. എല്ലാവരും ഇൽമിന്റെ അഹ്ലുകാർ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാവർക്കും മനപ്പാടമുള്ള ഹദീസ്, പലപ്പോഴും ഉറുദിയിലും ബാദിലൊക്കെ ഹദീസ് ഓതും, പക്ഷെ ഹദീസ് പൂർത്തിയായി ഓതലില്ല. യൂശിക്കു അൻ യഅ്തിയ അലൈക്കും സമാനും, അല്ലേ? ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ലാ ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. അതിന്റെ അപ്പുറം അധികം ഓതലില്ല, അല്ലേ? അതിന്റെ അപ്പുറത്തെ ഹദീസ് എന്താണ്? ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ മഅദല്ലാഹ് 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 മിൻഹും തഖ്റുജുൽ ഫിത്നത്തു വഇലൈഹിം തഊദ്. ഒരു കാലം വരാനുണ്ട്, ദുഷിച്ച കാലം. ഇസ്ലാം പേരല്ലാതെ ബാക്കിയുണ്ടാവുകയില്ല. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് തുടങ്ങിയുള്ള കുറേ പേരുകൾ, അതിനൊന്നും തന്നെ ഹഖീഖത്തില്ല. ചിലപ്പോൾ അതൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ടാകും, അതിനൊക്കെ ഹഖീഖത്തില്ല. അതിനൊക്കെ യാഥാർത്ഥ്യം ഉണ്ടാകണമെങ്കിൽ വേറെ ഒരു പണി മനസ്സിലാക്കാനുണ്ട്. അതിലേക്ക് ഞാൻ കിടക്കുക. പേര് വെറും ഇത്തരം പേരുകൾ, നിസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ് തുടങ്ങിയുള്ള പേരുകൾ മാത്രം. അതുപോലെ ഖുർആൻ, അതിൻ്റെ എഴുത്തുകൾ മാത്രം, മനോഹരമായ എഴുത്തുകൾ, അല്ലേ? ഏതെല്ലാം വിധത്തിലുള്ള എഴുത്തുകൾ മാത്രം. ആ ഖുർആന്റെ ഇൽമ് അതൊന്നും ബാക്കിയില്ല. അങ്ങനത്തെ ഒരവസ്ഥ. മസാജിദുഹും ആമിറത്ത്, അവരുടെ പള്ളികൾ അലങ്കൃതമായ പള്ളികൾ. ഹദീസിന്റെ തഫ്സീർ വായിച്ചു നോക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. എങ്ങനെയുള്ള പള്ളികളാണ് എന്ന് ഹദീസിന്റെ തഫ്സീർ വായിച്ചാൽ ഞെട്ടിപ്പോകും. വരാൻ പോകുന്ന ചില പള്ളികൾ. മസാജിദുഹും ആമിറത്ത് വഹിയ ഖറാബും മിനൽ ഹുദാ. ആ പള്ളികളൊക്കെ ഹുദയെ സംബന്ധിച്ചിടത്തോളം ശൂന്യമാണ്. ഹുദയില്ല. ഹുദ വേണമെങ്കിൽ എന്ത് വേണോ? ഹുദാത്ത് വേണ്ടേ? ആ പള്ളിയിൽ ഹാദി വേണമല്ലോ, എങ്കിലെങ്കിലേ ഹിദായത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ വഹിയ ഖറാബും മിനൽ ഹുദാ, ഹുദയെ സംബന്ധിച്ചിടത്തോളം അത് ശൂന്യമാണ്. ഉലമാഉഹും ശർറു മൻ തഹ്ത അദീമിസ് സമാ. മാന വെക്കാൻ പേടിയാവും. അല്ലാഹു കാക്കട്ടെ. ആകാശത്തിന്റെ ചുവട്ടിൽ എന്തെല്ലാം ജീവികളാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തെല്ലാം ജീവികളുണ്ട് ഈ ആകാശത്തിന്റെ ചുവട്ടിൽ. ആ ജീവികളിൽ നിന്നെല്ലാം ഏറ്റവും മോശമായവര് എന്നാണ് പറഞ്ഞത്. അല്ലാഹു ആക്കട്ടെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഈ സമാനിൽ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. അഹ്ലുൽ ഇൽമ്, ഇൽമിന്റെ അഹ്ലുകാർ, ഉസ്താദുമാര്, മുഅല്ലിമുകൾ, മുതഅല്ലിമുകൾ ഒക്കെ വളരെ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞത്. വളരെ സൂക്ഷിക്കേണ്ട ഒരവസ്ഥ. മിൻഹും തഖ്റുജുൽ ഫിത്നത്തു, അവരിൽ നിന്നാണ് ഫിത്ന പുറത്തു വരുന്നത്. വഇലൈഹിം തഊദ്, അവരിലേക്ക് തന്നെ ഫിത്ന തിരിച്ചു പോവുകയും ചെയ്യും. അല്ലാഹു കാക്കട്ടെ. അപ്പം ആ കൂട്ടത്തിൽ പെട്ടുപോകരുത്. ഉലമാ ആ കൂട്ടത്തിൽ ഇൽമിന്റെ അഹ്ലുകാരൊന്നും പെട്ടുപോകരുത്. അല്ലാഹു കാക്കട്ടെ.